ഒക്കെ ഭാരതീയ ഈശ്വരന്മാർ നമ്മുടെ 18 സിദ്ധന്മാരിൽ ഒരാളെ പുതുബേ എന്ന് പറഞ്ഞൊരു സ്ത്രീയാണ്. അവരാണ് സിദ്ധ വൈദ്യത്തിന്റെ ഇൻവെൻഷൻ അവരുടേതാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നമ്മളിൽ നിന്ന് അഭിമാനിക്കാവുന്ന ശാസ്ത്രാവിന്റെ പരിണാമ തത്വം ശാസ്ത്രം നമ്മളെ പഠിപ്പിക്കുന്നു. പല വിദേശ സർവകലാശാലയിലും പ്രൊഫസർമാരും ഒക്കെ. നമ്മുടെ ഭാരതത്തിലെ കപില മഹർഷിയുടെ സാഖ്യശാസ്ത്രം അത് ജനനശാസ്ത്രമാണ്. അതിനു മുമ്പുള്ള ഭൃഗു മഹർഷിയുടെ നമ്മുടെ ഈ മനുസ്മൃതി, ആ മനുസ്മൃതിയിലൊക്കെ നമ്മുടെ ഭാരതത്തിലെ ഈ ഉത്പത്തി ശാസ്ത്രം വ്യക്തമായി മനുസ്മൃതി ഒരുപാട് മോശമായി ചിത്രീകരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഏത് മത വിശ്വാസിയായാലും ഇനി ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ഒരുപാട് ആക്ഷേപങ്ങൾ അതിനെപ്പറ്റി ഉണ്ടെങ്കിൽ അതൊന്നും മലയാളത്തിൽ നോക്കിയിട്ടില്ല. ഒന്ന് വായിച്ചു 12 അധ്യായങ്ങളിലായി കാലത്തുള്ള ഒരു ചാതുർവർണ്ണത്തിന്റെ ഒക്കെ വൈരുദ്ധ്യങ്ങൾ അതിനകത്തുണ്ട്. പക്ഷെ അത്യപൂർവങ്ങളായ ആശയങ്ങളാണ് അതിലുണ്ടായി ആളുകൾ തള്ളിക്കളയുന്നത്. അത് പറയുന്നു, ഈ കൗമാരത്തിൽ പിന്നെ പിതാവ് രക്ഷിക്കുന്നു, യൗവനത്തിൽ ഭർത്താവ് രക്ഷിക്കുന്നു, വാർദ്ധക്യത്തിൽ പിതാവ് അപ്പൻ്റെ മകൻ രക്ഷിക്കുന്നു. ഞാൻ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതയാണ്. സ്ത്രീക്ക് സർവതന്ത്ര സ്വതന്ത്രമായി ജീവിക്കേണ്ട അവസ്ഥ വരുന്നില്ല. കാരണം കൗമാരത്തിൽ അവളെ രക്ഷിക്കാനാവുന്നുണ്ട്, യൗവനത്തിൽ രക്ഷിക്കാനാവുന്നുണ്ട്, വാർദ്ധക്യത്തിൽ രക്ഷിക്കാനാവുന്നുണ്ട്. ആ തൊട്ടടുത്തൊരു ശ്ലോകം ഇത് വെച്ചാണ് ഈ മനുസ്മൃതിയെ മുഴുവൻ നമ്മുടെ ഭാരതീയ ദർശനങ്ങളെ മുഴുവൻ നിശ്ചിതമായി വിമർശിക്കുന്നത്. സ്ത്രീ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നു എന്നാണ് നമ്മുടെ അത്യാധുനിക ഈ നമ്മുടെ ശാസ്ത്രജ്ഞന്മാരും നമ്മുടെ രാഷ്ട്രീയ നേതാക്കളും ഒരു തവണ പോലും ഇരുന്ന് വായിച്ച് നോക്കാതിരുന്ന് വിമർശിക്കുന്നത്. തൊട്ടടുത്തൊരു ശ്ലോകം ഉണ്ടാകുന്നത് ഈ പിന്നെ കൗമാരത്തിൽ പിതാ രക്ഷതി കൗമാരെ ഭർത്താ രക്ഷതി യൗവനെ പുത്രോ രക്ഷതി വാർദ്ധകേ എന്ന് പറയുന്നത് തൊട്ടു താഴെ എത്ര നാര്യസ്തു പൂജ്യത്തെ തത്ര രമന്താം ദേവത. എവിടെ സ്ത്രീകളെ പൂജിക്കുന്നു അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നു, ദേവതയുടെ വിളയാട്ടം. ആ ശ്ലോകം കണ്ടിട്ടേയില്ല. ഇത് വിമർശിക്കുമ്പോൾ ഇത് നമ്മുടെ ഭാരതീയ തനത് ശാസ്ത്രങ്ങളെ വിമർശിക്കുമ്പോൾ അതേ വികാരത്തോടു കൂടി നമ്മൾ ബൈബിള് പഴയ പുസ്തകങ്ങളൊന്നും എടുത്ത് വായിച്ചു നല്ല ഭാഷയിൽ വരും. മോന്തരൻ ലാംഗ്വേജാണ് ഈ പഴയ ടെസ്റ്റ്മെന്റ് ഒക്കെ വായിക്കാൻ. അത് ഉൽപ്പത്തി, പുറപ്പാട്, സാഖ്യം, ലേവ്യം, ആവർത്തനം ഇങ്ങനെ വളരെ കൃത്യമാണ്. ഒന്ന് നിങ്ങളൊന്ന് എടുത്ത് പരിശോധിക്കണം. ഇതിനേക്കാൾ അതിനിശ്ചിതമായ യഹോവയുടെ ശിക്ഷണ നടപടികളും വിഭാടനം ചെയ്യലും നിർമ്മാർജ്ജനം ചെയ്യലും കൊല്ലും കൊലയും അങ്ങനെ അനുസ്യൂതം പറയുക. ഒരൊറ്റ ഒരാൾ ഇതിനെപ്പറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഈ 10-70 വയസ്സിനുണ്ട് ഇതിനെപ്പറ്റി ഒരാൾ വിമർശനം പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഇവിടെ ആ സമൂഹം ഡെവലപ്പ് ചെയ്ത് വന്നതിന്റെ ഒക്കെ ഒരു നല്ല ലക്ഷണം അതിനകത്ത്. അപ്പൊ അത് അങ്ങനെയുള്ള നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നിന്ന് അതീതമായി ഒന്നുമില്ല. അതിലൊന്നാണ് നമ്മുടെ ഷഡ് ദർശനങ്ങൾ, 6 ദർശനങ്ങളിൽ ഒന്നാണ് അത് സാഖ്യദർശനം. സാഖ്യദർശനത്തിലാണ് ജനനത്തെ പറ്റി പറയുന്നത്, എങ്ങനെയാണ് ഉൽപ്പത്തി ഉണ്ടാകുന്നത്. കപില മഹർഷിയുടെ സാഖ്യദർശനം. ഈ ഉൽപ്പത്തി ഉണ്ടായതിനു ശേഷമാണ് ഇവരെങ്ങനെ ശുദ്ധമായി ജീവിക്കണം, എങ്ങനെ സ്വതന്ത്രമായി ജീവിക്കണം, എങ്ങനെ സംഘർഷരഹിതമായി ജീവിക്കണം, എങ്ങനെ സ്വാർത്ഥതയില്ലാതെ ജീവിക്കണം. അതാണ് പറഞ്ഞത് യോഗശാസ്ത്രത്തിൽ. പതഞ്ജലിയുടെ യോഗശാസ്ത്രം അതാണ്. 4 അധ്യായങ്ങളിലൂടെ 195, 196 അഥ യോഗാനുശാസനം എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇനി നമുക്ക് ജനനമൊക്കെ കഴിഞ്ഞു, എന്നാൽ ഇനി നമുക്ക് യോഗാനുശാസനം നടത്താം. യോഗയെപ്പറ്റി അനുശാസിക്കാം, പഠിക്കാം, പഠിപ്പിക്കാം. അതുൾപ്പെടെ 196 ശ്ലോകങ്ങളാണ്. അത് സമാധിവാദം, സാധനാവാദം, വിഭൂതിവാദം, കൈവല്യവാദം 4 അധ്യായങ്ങളാണ്. ആദ്യം സമാധിവാദമാണ്. എങ്ങനെ ഏകാഗ്രതയോടെ ജീവിക്കാം. ഈ ജീവിക്കുന്ന പിന്നീട് ഏകാഗ്രത കൈവരുത്താനുള്ള പ്രവർത്തനങ്ങളാണ് അതിൽ പറയുന്നത്. സാധന, എന്തെല്ലാം സാധനങ്ങൾ.
എന്തെല്ലാം പ്രയോഗങ്ങൾ, എന്തെല്ലാം ചര്യകൾ നമ്മൾ അനുഷ്ഠിക്കണം സാധനമാണ്. അടുത്തു കഴിഞ്ഞാൽ ഇത് വിഭൂതി. വിഭൂതി എന്ന് പറഞ്ഞാൽ ഈ ചര്യകളൊക്കെ അനുഷ്ഠിച്ചാൽ, ഇതൊക്കെ അനുസരിച്ചാൽ, ഇതൊക്കെ പിന്തുടർന്നാൽ നമുക്കുണ്ടാകാവുന്ന നേട്ടങ്ങളെ പറ്റിയാണ് ഈ വിഭൂതി ആ ശ്രേഷ്ഠതയെത്തിക്കുന്നത്. അവസാനം കൈവല്യം. നമ്മുടെ നാട്ടിലിപ്പോ സ്വാഭാവികമായിട്ടും മരിച്ച നെഞ്ചത്തടിച്ച് നിലവിളിക്കും. ഒരിക്കലും പാടില്ല. പാവപ്പെട്ട തമിഴന്മാരാണ് അതിന് നമുക്ക് നല്ലൊരു മാർഗദർശനമാണ് തരുന്നത്. അവർ വളരെ ആഹ്ലാദപൂർവ്വമായി സന്തോഷിച്ച് ഇത് ശവമടക്കം കഴിഞ്ഞ് വലിയ പാട്ടുമൊക്കെ വെച്ച്, കാരണം ഈ ആത്മാവ് മോചിക്കുകയാണ്. ഇതൊരു കൂട്ടിലടച്ച ബന്ധനത്തിലായ ആത്മാവ് മോചിക്കുന്നതാണ് ആ ശാസ്ത്രം. അത് പഠിപ്പിക്കുന്നതാണ്. ഇപ്പൊ മരണഭയമാണ് നമുക്ക് ഏറ്റവും വലിയ ദുരിതം. മരണം ദുരിതമല്ല. അപ്പൊ മരണഭയം അകറ്റിയാൽ നമ്മുടെ ദുരിതം 4 അധ്യായങ്ങളേ ഉള്ളൂ. ഇപ്പൊ പക്ഷേ 1 മാസം കൊണ്ടൊക്കെ അതൊന്നും നല്ല സംസ്കൃതമാണ്, സൂത്രങ്ങളാണ്. അപ്പൊ അത് മലയാളത്തിലെ അനേകം പുസ്തകങ്ങൾ നമുക്ക് വായിക്കാൻ കൊടുക്കാം. അതാണ് യോഗശാസ്ത്രം. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഈ ജീവിതത്തിൽ ഒരുപാട് വേഗതകളുണ്ട്. പഴയ കാലത്ത് ഒരു 2000-3000 വർഷങ്ങൾക്കുള്ള മനുഷ്യന്റെ അവസ്ഥയല്ല ഇന്ന്. അന്ന് മനുഷ്യന് ഇത്രയും ദുഃഖങ്ങളില്ല. അന്ന് പ്രകൃതിയിൽ നമ്മുടെ കപില മഹർഷി പറയുന്ന 3 ദുഃഖങ്ങളേ ഉള്ളൂ. ആധ്യാത്മിക ദുഃഖം, ആത്മീയ ദുഃഖം എന്ന് വെച്ചാൽ ത്രിദോഷങ്ങൾ കൊണ്ടുണ്ടാകുന്ന ചില ദുഃഖങ്ങൾ വരാം. ആദ്യ ഭൗതിക ദുഃഖം, ഈ ഭൗതിക വസ്തുക്കൾ എന്ന് വെച്ചാൽ ഈ പാമ്പ് കടിച്ച്, മരം വീണ്, പിന്നെ ഉരുൾപൊട്ടി, വൃക്ഷങ്ങൾ വീണ്, മലയിളവി വന്ന്, ഇങ്ങനെയൊക്കെയുള്ള മരണങ്ങൾ. പിന്നെ ആദ്യ ദൈവിക ദുഃഖം, ആദ്യകാല ദൈവങ്ങൾ, അത് സൂര്യചന്ദ്രന്മാര്, അതുപോലെ തന്നെ സുനാമി, അതിവൃഷ്ടി, അനാവൃഷ്ടി, ഇതൊക്കെ നമ്മുടെ ദ്രാവിഡര് പണ്ട് ദൈവങ്ങളായിട്ട് ആരാധിച്ചിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അതെന്താണ്, ബാബാജിയൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് സത്യമാണെന്നാണ് ശാസ്ത്രം പറയുന്നത്. കാരണം ഇത് എത്ര കുറയ്ക്കുന്നുവോ. നമ്മുടെ പാമ്പ്, ആമയൊക്കെ ഭയങ്കര ആയുസാണ്. ആമ പ്രാണം എടുക്കുകയില്ല. 200 വർഷം വരെ ആമ ജീവിച്ചിരിക്കുന്നു. അതിന്റെ ഇൻടേക്കും എക്സിറ്റും കുറവാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് 1.5 സെക്കൻഡാണ് നമ്മൾ പ്രാണം എടുക്കുന്നത്, 2.5 സെക്കൻഡാണ് വിടുന്നത്. ഇതൊന്നും നമ്മൾ സെക്കൻഡ് വെച്ചുകൊണ്ട് ഇവിടെ അളവ് പോലൊന്നും വെച്ച് പിടിപ്പിക്കാൻ പറ്റും. പക്ഷേ ഈ പരിപാടിയിലൂടെ നിങ്ങൾ അറിയാതെ അനിച്ഛാകരമായി നിങ്ങളുടെ ശരീരം നിയന്ത്രിക്കും. ഈ വരവ് പോക്കുകൾ നിയന്ത്രിക്കും. ആ നിയന്ത്രിച്ചു കിട്ടിയാൽ നമുക്ക് പ്രാണനെ ക്രമീകരിക്കാം. ശുദ്ധമായി 10 പ്രാണനാണ് ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത്. 10 പ്രാണനാണ്. പ്രാണനില്ലാതെ 1 മിനിറ്റ് പോലും നമുക്ക് ജീവിക്കാം.